മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലം തട്ടല്ല. ഗവൺമെൻറ്റിൻ്റെ ഒക്കെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ടല്ലോ. ഇവിടെ ഒരു ഗവൺമെൻറ് ഷെൽട്ടർ ഇല്ല ഇവരെ നോക്കാനുള്ളത്. ഇവരിപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന ABC സെൻ്ററാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ തെരുവ് നായകളൊന്നും എൻ്റെ കയ്യിൽ വരില്ല. അവർ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവരുടെ ജോലിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇവരോടുള്ള സഹാനുഭൂതി, സിമ്പതിയും കൊണ്ട് മാത്രമല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇവരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്. അപ്പോൾ തൊട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിന് പറ്റിയൊരു സ്ഥലം. എനിക്ക് കിട്ടാതെ എനിക്ക് മാറാൻ പറ്റില്ല. എനിക്ക് ഇത്രയും പട്ടികളെയും കൊണ്ട് എനിക്ക് 60 ഡോഗ്സ് ഉണ്ട്, ഇവർ പൂച്ചകളുണ്ട്, ഇവരെല്ലാം കൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങോട്ട് പോയി താമസിക്കും? ഇവർ പറയുന്ന ABC സെൻ്ററിലേക്ക് എന്തായാലും ഡോഗ്സിനെ മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണേ ഞാൻ പറഞ്ഞു ഇവരെൻ്റെ കയ്യിൽ വരില്ല. പിന്നെ ഇന്നലെ ശ്രീനിജൻ MLA നേതൃത്വത്തിൽ വന്നാണ് ഇത് അടിച്ചു പൊളിച്ചത്. ഇവിടെ ഒരൊറ്റ ഡോഗ് പോലും പുറത്തിറങ്ങാത്ത വിധത്തിൽ ഫുള്ള് കവർ ചെയ്ത് ഞാൻ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇവിടെ മുഴുവൻ. ഒരു പൂച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. ഫുള്ള് കവേഡായിരുന്നു. ആ ഗേറ്റ് വരെ ഞാൻ മറച്ചു വെച്ച കാര്യം ആൾക്കാരെ കാണുമ്പോൾ ഇവർ പാനിക്കാവും. ഇന്നിപ്പോൾ ആൾക്കാരെ കണ്ടിട്ടാണ് ഇവർ കിടന്നത്. അവർക്ക് പട്ടികളുടെ ഡ്യൂട്ടിയാണല്ലോ കുരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ, അല്ലാതെ ഇവിടുന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടോ, ആൾക്കാരെ ആരെയും കാണുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു 50% മലയാളികൾക്കും അടുത്ത വീട്ടിലോട്ട് ഇവർക്ക് എത്തിനോട്ടം നടക്കുന്നില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്നാണ്. ഇതിൻ്റെയൊക്കെ മറവി അതൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ആ രീതിയിലല്ലല്ലോ. ഞാൻ ഇവരോട് ഇന്നലെ ഇതേ പറഞ്ഞുള്ളൂ, നിങ്ങൾ റൂറൽ SPയെ വിളിച്ചു. ഇങ്ങനെ ഇവിടെ പ്രശ്നം സ്ഥിരമായിട്ടുണ്ടായപ്പോൾ വിളിച്ചപ്പോൾ SP ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന ഇൻഫർമേഷൻ, നിങ്ങൾ ആരെയും അനുവാദമില്ലാതെ കാര്യം വരുന്നവരെ എനിക്ക് ഇവിടെ കയറ്റി ഇന്നലെ തന്നെ ഇത്ര അക്രമം നടന്ന പോലെ കയറ്റാൻ പറ്റില്ല. ഇപ്പോൾ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ വന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊരു സെർച്ച് വാറണ്ടും കൊണ്ടുപോവാ, പോലീസ് വന്നാലും അത്രയും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ശ്രീനിജൻ MLA നേതൃത്വത്തിൽ അടിച്ചു പൊളിക്കെന്നും പറഞ്ഞിട്ട് പുള്ളിയാണ് ആഹ്വാനം കൊടുത്ത് ഇത്രയും കലാപം ഉണ്ടാക്കി. അതിൻ്റെ ബലത്തിനാണ് ഇത്രയും ആൾക്കാർ. 6 മണിക്ക് ശേഷം ഒരു സ്ത്രീ താമസിക്കുന്ന കോമ്പൗണ്ടിൽ കയറാൻ പറ്റുന്നത് 8:30 വരെ ഇവിടെ ഇന്നലെ ആൾക്കാർ എൻ്റെ മുറ്റത്ത് പ്രശ്നമായിരുന്നു. പോലീസുകാരും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇവരെല്ലാം വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. ഇന്നലെ അത്ര അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാര്യം MLA നേതൃത്വത്തിലാണല്ലോ. ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ പറയുന്നതാണ് ഒരു വീട് കയറി ആക്രമിക്കാൻ. അയാൾ ആഹ്വാനം ചെയ്തിട്ടാണ് അത്രയും ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫുൾ വീഡിയോയുണ്ട്. ഫെൻസിങ് എല്ലാം അടിച്ച് തകർത്തു. അകത്ത് കയറി ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, എറിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫിനെ ആണെങ്കിൽ അടിക്കാനായിട്ട്, ലേഡി സ്റ്റാഫാണ്, അവരെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ഫുള്ള് വീഡിയോ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അല്ല, ഞാനിവിടെ വന്നിട്ട് 10-17 വർഷമായി. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 10-15 കൊല്ലമായിട്ട് ഡോഗ്സൊക്കെ ഉണ്ട്. ഞാൻ റെസ്ക്യൂറാണ്. അതുകൊണ്ട് എനിക്ക് എണ്ണം കൂടി വരും. ചിലപ്പോൾ ഇടയ്ക്ക് മരിച്ചു പോയാൽ അത് കുറയും. പിന്നെ ഞാൻ താമസിക്കുന്ന അവിടെ ആൾക്കാർക്ക് ഇപ്പം തന്നെ ഇവർക്ക് എവിടെ കൊണ്ടുവന്ന് വയ്ക്കുക വെച്ചാൽ, ഞാൻ ഇറങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നെട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ്, 12 ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്തിട്ട് പോയി എൻ്റെ ഗേറ്റിനകത്ത്. അതുപോലെ തന്നെ ഞാൻ എവിടെ താമസിച്ചാലും അവിടെ എല്ലാ ആൾക്കാരും ഒരു 10-30 ഡോഗ്സോളം എൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ ആ കണ്ണ് തുറക്കാത്ത കുഞ്ഞുങ്ങളെയും ആ പൊടി കുഞ്ഞുങ്ങളെയും ഞാൻ അവിടെ കൊണ്ട് കളയും. അപ്പം നമ്മളെടുത്ത് എന്തായാലും ഞാൻ ഒരിക്കലും ഒന്നിനെയും കളയില്ല. ഞാൻ അതിനെ കൊണ്ടുവന്ന് നോക്കും. ഇത് ആരുടെ ₹1 പോലും എടുത്തിട്ടല്ല. ഞാനൊരു 10-200 ഡോഗ്സിന്, സ്ട്രേ ഡോഗ്സിന് ഫീഡ് ചെയ്യുന്നുണ്ട് ഡെയിലി. അപ്പോൾ ഇതൊന്നും ആരുടെ ഒരു ഫണ്ടും വെച്ചിട്ടല്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, എൻ്റെ പൈസയ്ക്കാണ് ഇത് മുഴുവൻ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇഷ്ടം പോലെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പറമ്പ് വെറുതെ ഒരുപാട്, ബ്രഹ്മപുരം സൈഡൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അവിടെ ഒന്നും ആൾതാമസവും പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഞാൻ എൻ്റെ പട്ടികളുമായിട്ട് അങ്ങോട്ട് മാറിക്കോളാം. എനിക്ക് അവരുമായിട്ട് മാറുന്നതിന് ഇന്നിപ്പോൾ ഒരു സ്ഥലമെത്താൻ എനിക്ക് ഇന്ന് മാറാൻ ഞാൻ റെഡിയാണ്. അല്ലാതെ ഞാൻ ഇന്ന് പെട്ടെന്ന് വീട് ആക്രമിച്ച് ഇത്ര അടിച്ചു പൊളിച്ച് എനിക്ക് പട്ടികളെയും പുറത്തിറക്കാൻ പറ്റുന്നില്ല. അതുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. കാര്യം രാവിലെ മുതൽ ഇവിടെ നേരം വെളുക്കുമ്പോൾ ആൾക്കാർ ഇവിടെ രാത്രി 8:30-12 മണി വരെ ആൾക്കാരുണ്ട് ഇവിടെ. ഇന്നലെ പോലീസുകാർ ഒരു വണ്ടി പോലീസുകാർ ഇവിടെ വെളുപ്പിന് 3 മണി വരെ അവർ കാവൽ കിടന്നു ഇവിടുത്തെ പ്രശ്നം കാരണം. മാറാൻ സംവിധാനം ഇന്ന് കിട്ടിയാൽ നമ്മൾ ഇന്ന് മാറുമല്ലോ. പക്ഷേ എൻ്റെ ഡോഗ്സിനെയും കൊണ്ടല്ലേ എനിക്ക് മാറാൻ പറ്റുമോ? അവരെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? അവരില്ലാതെ എനിക്ക് 60 ഡോഗ്സ് ഉണ്ട്. പൂച്ച ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. 12 പൂച്ചകളും ഉണ്ട്. അതെ.